ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് രേണുസുതിയെക്കുറിച്ച് പറയാനാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണുസുതിയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് വിലയേറിയതാണ്, അത് നിങ്ങൾ എന്തായാലും ഇടാതിരിക്കരുത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൽ കൂടി നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രബിൻ മോന് ക്യാൻസർ വരുന്ന 14-ാമത്തെ വയസ്സിലാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞ് ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങുന്നത് 15-ാമത്തെ വയസ്സിലാണ് തുടങ്ങുന്നത്. 13 വയസ്സ് കഴിഞ്ഞപ്പോഴേ അവന് വേദന തുടങ്ങിയതാണ്. 14 വയസ്സ് ലാസ്റ്റ് ആയപ്പോഴാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. RCCയിലോട്ട് പോയി ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് 14-ാമത്തെ വയസ്സ് തീരാറായി, 15 തുടങ്ങുന്നതിന് മുമ്പ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അപ്പോൾ എന്തായാലും 14, 15 ആ ഒരു വയസ്സിൻ്റെ ആ ഒരു സമയത്താണ് തുടങ്ങുന്നത്. എന്തായാലും ജനങ്ങളെ പറ്റിക്കുന്നതിനൊരു പരിധിയുണ്ട് അല്ലേ. നമ്മൾ ജനങ്ങൾ മണ്ടന്മാരാണോ അല്ലേ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരില്ലായിരുന്നു. മനുഷ്യനെ പറ്റിക്കുന്നതിനൊരു കണക്കുണ്ട് രേണുസുതി, എന്തായാലും. അപ്പോൾ ഞാൻ ഇതിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ, എൻ്റെ മോൻ്റെ ഈ ഒരു പ്രായത്തിൽ വന്നിട്ടും, ഈ ഒരു വയസ്സിലാണ് അവന് ക്യാൻസർ വന്നിട്ട് പോലും, ഈ ഒരു 2026 കാലഘട്ടത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആ ഒരു സമയത്ത് അവൻ്റെ രക്ഷിതാക്കളായി ഞാനും എന്നെ നോക്കുന്ന അച്ഛനെന്ന് പറയുന്ന ആളും കൂടെ ചേർന്നിട്ടാണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അവൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതും അല്ലേ. ഈ 2026 കാലഘട്ടത്തിൽ പോലും അവൻ ക്യാൻസർ ആണെന്ന് അവൻ്റെ ഡോക്ടർ അവനോട് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ. അവനോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് സാവകാശം എടുത്ത് അവനോട് പറഞ്ഞാൽ മതിയെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ അവനോട് അത് പറയുകയും ചെയ്തത്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് വരാം അല്ലേ. അപ്പോൾ രേണുസുതി ഒന്നിൽ കൂടുതൽ വീഡിയോയിൽ കൂടി പറയുകയാണ്, എനിക്ക് 10ാം ക്ലാസ് 15 വയസ്സ് പഠിക്കുമ്പോഴേ എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നെന്നും എന്നോട് ഡോക്ടർ പറഞ്ഞതാണെന്നും എൻ്റെ അച്ഛനോട് അമ്മയും വേദനിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനത് പറയാത്തതാണെന്നും വേദന ഇല്ലാത്ത മുഴയായതുകൊണ്ട് ഞാനത് സീരിയസ് ആക്കിയിട്ടില്ല എന്നൊക്കെയാണ് രേണുസുതി പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ രേണുസുതി, ഇപ്പോൾ രേണുസുതിക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് രേണുസുതി അത് പറയില്ല. എന്നാലും ഞാനൊരു ഊഹിച്ചിടുകയാണ്, ഒരു 35 വയസ്സെങ്കിലും ആവില്ലേ രേണുസുതി. ശരി, ആയിക്കോട്ടെ, 35 വയസ്സായാലും 20 വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ്. ഈ 20 വർഷത്തിന് മുന്നേ രേണുസുതി ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോയോ? ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി ഒറ്റയ്ക്ക് ഡോക്ടറുമായിട്ട് സംസാരിച്ചോ? എന്തോ രേണുസുതി, ഇങ്ങനെ ഒരേ വായിൽ ഇങ്ങനെ എങ്ങനെ കള്ളം പറയാൻ തോന്നുന്നു? ഈ ഒരു അസുഖത്തിലിരിക്കുമ്പോഴെങ്കിലും എൻ്റെ രേണുസുതി ഈ കള്ളം ഒന്ന് പറയുന്ന നിർത്തി രേണുസുതി. നിനക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരുടെ മനസ്സിൽ വിഷം കോരി ഇടാതിരിക്കുക. ഓക്കെ, പലർക്കും ഈ ഒരു സംശയം ഉണ്ടാവും, പക്ഷെ അത് രേണുസുതിയോട് ചോദിക്കുന്നില്ല. ഈ ഒരു അസുഖം ആയതുകൊണ്ട് രേണുസുതിയെ ഇട്ട് കൊടുക്കുകയാണ്, മനഃപൂർവ്വം ഇങ്ങനെ ഇട്ട് കൊടുത്ത് നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ കൂടി ഇനിയും റീച്ച് കയറ്റാനുള്ള പരിപാടിയാണ് ചെയ്യുന്നതാണെങ്കിൽ രേണുസുതി ഇത് പാവമാണ്. ഞാൻ വേറൊരു വീഡിയോ ഇവിടെ കൊടുക്കാം. രേണുസുതി കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ ഇട്ട വീഡിയോകൾ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ അതും കൂടെ നിങ്ങൾ കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ. ഓക്കെ, ആണോ കുഴപ്പം? അതാണോ കുഴപ്പം നിങ്ങളുടെ? എനിക്കറിയായിരുന്നു, എനിക്ക് ക്യാൻസർ ആണെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കൂ. ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ ഇട്ട് ഇങ്ങനെ വേദനിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകളോട് ദൈവം ചോദിക്കാതിരിക്കട്ടെ. ഇത് ക്യാൻസറിനേക്കാൾ എത്രയോ നിങ്ങളുടെ ആ ജീർണിച്ച മനസ്സിൻ്റെ എഴുത്തുകൾ എത്രയോ ഭേദമാണ് എൻ്റെ ഈ ശരീരത്തിൽ പടർന്നു പിടിച്ച ഈ ക്യാൻസർ. ദൈവത്തിന് വേണ്ടിയിട്ട് എൻ്റെ അനുഭവ സാക്ഷ്യം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് ആ സ്റ്റേജുകൾ ഞാൻ ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്, ഞാൻ നിന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ രേണുസുതി പറഞ്ഞേ കേട്ടല്ലോ അല്ലേ. എന്തിനാ രേണു ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഈ പറയുന്നവരെന്തോ പറയട്ടെ, ഈ ഒരു അസുഖത്തിലിരുന്നിട്ടെങ്കിലും ശപിക്കാതെ ഇരുന്നൂടെ മറ്റുള്ളവരെ? ഈ ഒരു അസുഖത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് രേണുസുതി പറയുന്നത്, മറ്റുള്ളവരെ ശപിക്കാതിരിക്കുക.
എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങളുടെ തലമുറകൾ അനുഭവിക്കട്ടെ. അങ്ങനെ ഇങ്ങനെ നമ്മൾ സാധാരണ രേണുസുതി തന്നെ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആത്മാർത്ഥമായിട്ട് പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല കേട്ടോ. അയ്യോ, എൻ്റെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അസുഖം വരരുതേ എന്ന് രേണുസുതി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെറും ഫേക്കായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ വിഷം വെച്ചിട്ടാണ് രേണുസുതി ഇപ്പോഴും സംസാരിക്കുന്നത്. എന്നിട്ട് അതേ നാവ് കൊണ്ട് തന്നെ രേണുസുതി സംസാരിക്കുകയാണ്, ഞാൻ ഈ കിടക്കയിൽ നിന്ന് എണീറ്റാൽ ഞാൻ ദൈവത്തിന് വേണ്ടി ആ ഒരു സുവിശേഷവുമായിട്ട് ഞാൻ സ്റ്റേജുകൾ കയറി നിന്ന് പ്രസംഗിക്കുമെന്ന്. അതൊരു നല്ല കാര്യം തന്നെയാണ് രേണു, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ രേണുസുധിയുടെ സംസാരം വളരെ മോശമായിട്ടുള്ളതാണ് പുറകിൽ വന്നത്. ബൈബിളിലൊരു വചനമുണ്ട് രേണു, എടുത്തു വെച്ച് വായിക്കണം കേട്ടോ. ഒരേ വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുമെന്ന്. അത് പണ്ടേ ദൈവം കൽപ്പിച്ച് എഴുതിയതാണ് കേട്ടോ. അത് എത്ര ശരിയാണ് രേണുസുധിയെ സംബന്ധിച്ച്, അത് എത്ര ശരിയായ ഒരു വാക്കാണെന്ന് ഒന്ന് ആലോചിക്കുക. മനസ്സിലായോ? ഇനിയെങ്കിലും ഈ ഒരു കിടപ്പിൽ കിടന്നിട്ടെങ്കിലും രേണുസുധി കള്ളം പറയാതിരിക്കുക. എനിക്ക് കൂടുതലായിട്ട് പറയാൻ ഒരു താല്പര്യവും ഇല്ല. എന്തായാലും എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ വേണ്ട രേണു, ഇതുകൊണ്ട് നിർത്തിക്കോ, ഈ കള്ള പറച്ചിൽ നിർത്തിക്കോ. ഒരു അമ്മയോ അച്ഛനോ ഇല്ലാതെ നീ ഹോസ്പിറ്റലിൽ പോയി ഒറ്റയ്ക്ക് ചെക്കപ്പൊക്കെ ചെയ്തു, ഒറ്റയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എനിക്ക് അന്ന് അമ്മയും അച്ഛനെയും കണ്ട് പേടിച്ചിട്ട് അല്ലെങ്കിൽ അവരെ പേടിപ്പിക്കേണ്ട, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാത്ത എന്താ, അന്ന് ആ കുഞ്ഞിലെ നിനക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നി. അത് 15 വയസ്സിൽ നിനക്ക് തോന്നി അച്ഛനെയും അമ്മയും ഒന്നും അറിയിക്കണ്ട, രഹസ്യമായിട്ട് വയ്ക്കാം എന്ന് വിചാരിച്ചു. അവർ വേദനിക്കുമെന്ന് പറഞ്ഞ് രേണു തന്നെയാണ് രേണുവിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞത്. ഓർമ്മയുണ്ടോയെന്ന് നല്ലപോലെ ഓർത്ത് നോക്കുക. പക്ഷേ ഇപ്പോൾ ഈ പ്രായത്ത് രേണുസുധി എന്തിന് അവരെ അറിയിച്ചു, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ എന്തിനറിയിച്ചു? ഇപ്പം ഹരീഷ്മയെ അറിയിച്ചിട്ടല്ലേ, ഹരീഷ്മ ചേച്ചിയോടെ പറഞ്ഞു, ചേച്ചി വീട്ടുകാരെ അറിയിച്ചു എന്നൊക്കെയല്ലേ രേണുസുധി ഇങ്ങനെ ചുറ്റി കറങ്ങി 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 നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴും കൂടെ അറിയിക്കാതിരുന്നൂടെ? എൻ്റെ പൊന്ന് രേണു, പാവങ്ങളാണ് ഈ ജനങ്ങൾ. അവരെ ഇങ്ങനെ വിട്ടികളാക്കരുത്. പാവങ്ങളാണ്, അവരെ വിട്ടിയാക്കി ചെയ്യരുത്. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും പറയരുതേ രേണു, പാവമാണ്. ഈ ഒരു കിടപ്പിൽ കിടന്നിട്ട് ഈ മറ്റുള്ളവരുടെ കുടുംബത്തിൻ്റെ തലമുറകൾ അനുഭവിക്കട്ടെ, അവരനുഭവിക്കട്ടെ. ഇനി ഈ ഒരു അസുഖം കൊണ്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല രേണു. ഇനിയെങ്കിലും ഒന്ന് സ്റ്റോപ്പാക്ക്. ഈ ഒരു വയ്യായ്മ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും മയത്തിൽ പറഞ്ഞ്. പക്ഷേ നേരത്തെയാണ് ഈ ഒരു സംസാരം രേണുസുധി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നല്ലപോലെ പറഞ്ഞേനെ. പക്ഷേ വേണ്ട രേണുസുധി, ഇനിയെങ്കിലും നിർത്തുക. ഓക്കെ? അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് ഇടാനും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം കമൻറ്റ് ഇടുക. ഓക്കെ? എന്തായാലും നിങ്ങളുടെ കമൻറ്റ് വലിയ വലിയ വിലയേറിയതാണ്. ഓക്കെ? ബൈ.